നമസ്തേ. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. ഇപ്രാവശ്യത്തെ യോഗദിന സന്ദേശം യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്നുള്ളതാണ്. അതായത് ആരോഗ്യപരമായ വാർദ്ധക്യം യോഗയിലൂടെ എന്ന്. ഭാരതീയ പൈതൃകത്തിൻ്റെ അതിവിശിഷ്ട സംഭാവനയായിട്ടുള്ള യോഗശാസ്ത്രം ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാധാന്യം കൊണ്ടും ഗുണം കൊണ്ടും ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. 191 രാജ്യങ്ങളിൽ യോഗ ശാസ്ത്രീയമായി പരിശീലിച്ചു വരുന്നു. യോഗ എന്ന വാക്കിനർത്ഥം സംയോജനം, ചേർച്ച എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ തമ്മിലാണ് സംയോജനം, ചേർച്ച ഉണ്ടാവേണ്ടത്? നമ്മുടെ ശരീരം, മനസ്സ്, ശ്വാസം, ബുദ്ധി, ആത്മ, പരമാത്മ, പ്രപഞ്ചം. കൃത്യമായിട്ട് യോഗ പരിശീലിച്ച് നിത്യേന അഭ്യസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ചേർച്ച ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത് നോക്കുമ്പോൾ ഏതൊക്കെ വഴികളിലൂടെ നമുക്ക് ഈ ചേർച്ച നേടിയെടുക്കാം? അതിന് 5 മാർഗ്ഗങ്ങൾ പറയുന്നുണ്ട് ശ്രേഷ്ഠമായിട്ടുള്ളത്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, മടയോഗം, രാജയോഗം. ഇങ്ങനെ 5 മാർഗ്ഗങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇതിന് പുറമെ തന്നെ മന്ത്രയോഗം, തന്ത്രയോഗം, കുണ്ടലിനി യോഗം, സ്വരയോഗം, ലയയോഗം, ഇങ്ങനെ മറ്റ് അനേക യോഗങ്ങളും നിലവിലുണ്ട്. ഈ പ്രധാന 5 യോഗങ്ങളുടെ രാജാവായ രാജയോഗമാണ് കൂടുതൽ പ്രചരിപ്പിച്ചു വരുന്നത്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ 8 പാഠങ്ങൾ വരും. ഏതൊക്കെയാണ്? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഇങ്ങനെ 8 പാഠങ്ങൾ അതിൽ വരുന്നുണ്ട്. ഈ 8 പാഠങ്ങളുള്ള ഈ ശാസ്ത്രം എഴുതി തയ്യാറാക്കിയത് പതഞ്ജലി മഹർഷിയാണ്. അതുകൊണ്ട് തന്നെ ഈ യോഗത്തെ പതഞ്ജല യോഗ ദർശനം എന്നും പറയപ്പെടുന്നു. ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിലും മനസ്സിലും അഴുക്കുകൾ അടിഞ്ഞുകൂടുന്നുണ്ട്. ഈ അഴുക്കുകളെ അതാത് ദിവസം തന്നെ പുറന്തള്ളാൻ പറ്റിയൊരു മാർഗമാണ് യോഗ എന്ന് പറയാം. അതുകൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള യോഗ പഠിച്ച് നിത്യേന അഭ്യസിക്കുക, ജീവിതത്തിൽ പകർത്തുക. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരിക, മാനസിക, ബുദ്ധിപരമായ കഴിവുകൾ ഉണർത്തിയെടുത്ത് ജീവിതം പരിപൂർണതയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് യോഗാശാസ്ത്രം അവകാശപ്പെടുന്നു. കഴിഞ്ഞ 33 വർഷമായിട്ട് നിരവധി പേർക്ക് ഞാൻ യോഗവിദ്യ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അനുഭവം വെച്ച് പറയാണ്, അതിൽ നിരവധി പേർക്ക് അവരുടെ ആരോഗ്യപരമായ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും വളരെയധികം ഗുണകരമായ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആയതിനാൽ എല്ലാവരും ശാസ്ത്രീയമായി യോഗ പഠിച്ച് നിത്യജീവിതത്തിൽ പകർത്തി നല്ലൊരു ജീവിതം കാഴ്ചവെക്കണമെന്ന് വിനീതമായി അറിയിക്കുന്നു. നന്ദി, നമസ്തേ.